ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പുതിയ മാസത്തിലേക്കാണല്ലോ നാം പ്രവേശിച്ചിരിക്കുന്നത്. നാം പ്രവേശിച്ചിരിക്കുന്ന ഈ ഒക്ടോബർ മാസം എല്ലാവിധ ദൈവിക നന്മകളാലും അനുഗ്രഹങ്ങളാലും ദൈവത്തിന്റെ പരിപാലനത്തിനാലും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 67 മുതലുള്ള വാക്യങ്ങളിൽ ചിലത് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നാം ഈ ധ്യാനിക്കുന്ന വചനം ഈ ഒരു മാസക്കാലത്തെ ജീവിതയാത്രയിൽ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കണം. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഈ വചനങ്ങളെ ഏറ്റെടുക്കുവാനായിട്ട് ഞാൻ ആമുഖമായി നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. 67 മുതലുള്ള വാക്യങ്ങൾ സഖരിയാവ് എന്ന പുരോഹിതൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പ്രവചിച്ച് പറയുന്ന വാക്യങ്ങളാണ്. പ്രിയമുള്ളവരെ, വ്യക്തമായി ലൂക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് സഖരിയ പ്രവാചകൻ ഈ പ്രവചനം പ്രവചിക്കുവാനായിട്ടുള്ള സാഹചര്യം എന്ത് എന്ന്. തന്റെ വാർദ്ധക്യത്തിൽ ദൈവകൃപയാല് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞ് ജനിക്കുന്നുണ്ട്. യോഹന്നാന് എന്നാണ് അവന്റെ പേര്. ആ പേര് ഇടുന്നതുവരെയും ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്ത് ദൈവത്തിന്റെ ദൂതനാൽ അരുളപ്പാട് ലഭിച്ച സഖരിയാവ് എന്ന ഈ പുരോഹിതൻ ആ ദൂതന്റെ വാക്കുകൾ വിശ്വസിക്കായക കൊണ്ട് ഊമനായി മൗനമായി പാർക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് വേദപുസ്തകം വ്യക്തമാക്കുന്നുണ്ട്. യോഹന്നാൻ എന്ന് തൻ്റെ കുഞ്ഞിന് എഴുത്തുപലകയിൽ പേര് എഴുതി കാണിക്കുമ്പോഴാണ് ശരിക്കും ആ മനുഷ്യന്റെ വായ് തുറക്കുന്നത്, നാവ് ചലിപ്പിക്കുവാൻ കഴിയുന്നത്. ഏകദേശം 1 വർഷത്തിലധികം മൗനമായി ഊമയായി പാർക്കേണ്ടി വന്ന ഈ സഖരിയാവ് വായ് തുറക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ അതുവരെയും ഊമനായിരുന്നവന് വായ് തുറന്ന് സംസാരിക്കുവാൻ തക്കവണ്ണമുള്ള പ്രാപ്തി ഉണ്ടായപ്പോൾ ആദ്യമായി ചെയ്തത് ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തെ വാഴ്ത്തി മഹത്വപ്പെടുത്തി എന്നുള്ളതാണ്. ശേഷം പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിക്കുവാനായിട്ട് ആരംഭിച്ചു. പ്രവചിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യും. പ്രിയമുള്ളവരെ, ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഒന്നാമതായി പ്രാർത്ഥനയോടുകൂടെ ഏറ്റെടുക്കുക. നിങ്ങൾ ഏത് ജീവിത സാഹചര്യത്തിലായിരുന്നാലും, എത്ര തന്നെ കണ്ണുനീരിന്റെയോ നിരാശയുടെയോ പരാജയത്തിന്റെയോ അവസ്ഥയിലായിരുന്നാലും, സർവശക്തനായ ദൈവം ഈ വചനം നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ഏറ്റെടുക്കുന്നതിലൂടെ നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളെ ഉദ്ധരിക്കും, നിങ്ങളെ വിടുവിക്കും, നിങ്ങളെ ഉയർപ്പിക്കും. അതാണ് ഒന്നാമതായി പ്രാർത്ഥനയോടെ നാം ഏറ്റെടുക്കേണ്ടുന്നത്. ദൈവവചനം വ്യക്തമായി നാം പഠിക്കുമ്പോൾ മിസ്രൈമിന്റെ അടിമത്തത്തിൽ 400-ലധികം വർഷം കഠിനമായ ശോധനയിലൂടെ വേദനയിലൂടെ കടന്നുപോയ ജനത്തെ ദൈവം സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുന്നുണ്ട്. അതുപോലെ ദൈവം എല്ലാ കാലത്തേക്കും എല്ലാവരെയും തള്ളിക്കളയുന്ന ദൈവമല്ല. അവിടുത്തെ സമയത്തിൽ തക്ക സമയത്ത് ചേർത്ത് പിടിക്കുന്ന, ഉദ്ധരിക്കുന്ന, വിടുവിക്കുന്ന ദൈവമാണ് എന്ന് തിരിച്ചറിയുക. 69-ാമത്തെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കും. രണ്ടാമതായി വ്യക്തമായി പ്രാർത്ഥനയോടുകൂടെ ഏറ്റെടുക്കുക. ഈ ദൈവം നമ്മെ സന്ദർശിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കളുടെ പക്ഷത്തു നിന്ന്, അല്ലെങ്കിൽ വശത്തു നിന്ന്, നമ്മെ പകയ്ക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഈ ദൈവം നമ്മെ വീണ്ടെടുക്കും, വിടുവിക്കും. പ്രിയമുള്ളവരെ, ആരാണ് നമ്മുടെ ശത്രു? നമ്മുടെ ശത്രു ആര് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായാൽ മാത്രമേ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ദൈവാശ്രയത്തോടെ നയിക്കുവാനും വിജയം കൈവരിക്കുവാനും നമുക്ക് കഴിയുകയുള്ളൂ. പലപ്പോഴും മാനുഷികമായി ഈ ലോകപരമായുള്ള ബന്ധങ്ങളിൽ ശത്രുത്വം വച്ച് പുലർത്തുകയും, അല്ലെങ്കിൽ ബന്ധുത്വത്തിൽ ശത്രുക്കളെ നമ്മൾ കാണുകയും ചെയ്യാറുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന ശത്രു ആര് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം നമുക്ക് ഏവർക്കും പരിചയമുള്ള ഒരു ഭാഗമാണ്. ഈ ഭാഗത്ത് ദൈവം മനുഷ്യനോട് അരുത് എന്ന് പറഞ്ഞ കാര്യത്തെ ചെയ്യുവാൻ പ്രലോഭിപ്പിക്കുന്ന പിശാചിനെ പാമ്പിന്റെ രൂപത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ പിശാച് വശീകരിച്ച് ഹവ്വ അരുതെന്ന് പറഞ്ഞ ഫലത്തിലെ വൃക്ഷം പറിച്ച് ഭക്ഷിച്ച് തന്റെ ഭർത്താവായ ആദാമിനും നൽകുന്നുണ്ട്. ആദാം ഇത് കഴിക്കുമ്പോൾ
അവരുടെ കണ്ണു തുറന്ന് ഇരുവരും നഗ്നരെന്ന് മനസ്സിലായി. ദൈവം പറഞ്ഞതുപോലെ അവർ നഗ്നരായി ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ഒന്നാമത്തെ മരണം സംഭവിക്കുന്നുണ്ട്. ശരിക്കും അത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയായിരുന്നു. അവർക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം കഴിയാതെ ഓടി ഒളിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സ്നേഹവാനായ കർത്താവ് ആ വൈകുന്നേരത്തിലും അവരെ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്. മനുഷ്യരോട് നീ എവിടെ എന്ന് ചോദിക്കുന്നു. മറഞ്ഞിരുന്നു കൊണ്ട് മനുഷ്യൻ കൊടുക്കുന്ന മറുപടി, ഞങ്ങൾ നഗ്നരാണ്, അതുകൊണ്ട് നിന്റെ മുൻപിലേക്ക് വരുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. കർത്താവ് ചോദിക്കുന്നുണ്ട്, അരുത് എന്ന് ഞാൻ കൽപ്പിച്ചത് നിങ്ങൾ ചെയ്തുവോ എന്ന് ചോദിക്കുമ്പോൾ പുരുഷൻ പറയുന്നത് ഇപ്രകാരമാണ്, എന്റെ ഒപ്പം ആയിരിക്കേണ്ടുന്നതിന് വേണ്ടി ദൈവമേ അങ്ങ് തന്ന സ്ത്രീ എനിക്ക് തന്നു, ഞാൻ കഴിച്ചു. സ്ത്രീയോട് ദൈവം ചോദിക്കുന്നു, എന്തുകൊണ്ട് നീ അത് ചെയ്തു എന്ന് സ്ത്രീയോട് ചോദിക്കുമ്പോൾ പാമ്പ് വഞ്ചിച്ചതായി സ്ത്രീയും പറയുന്നു. ശേഷം വ്യക്തമായി നാം ആ വാക്യങ്ങളെ വായിച്ചു മനസ്സിലാക്കിയാൽ, പ്രത്യേകിച്ച് 14 മുതലുള്ള വാക്യങ്ങളിൽ പാമ്പിനോട് ദൈവം സംസാരിക്കുന്നത് ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ദൈവം പറയുന്നു, ഞാൻ നിനക്കും, അതായത് പാമ്പിനും, സ്ത്രീക്കും, നിന്റെ സന്തതിക്കും, അതായത് പാമ്പിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. ഇതാണ് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ അല്ലെങ്കിൽ തിരുവെഴുത്തിൽ, വിശുദ്ധ വേദ പുസ്തകത്തിൽ ആദ്യമായി കാണുന്ന ശത്രുത്വം അല്ലെങ്കിൽ ശത്രു. ശരിക്കും ഈ ലോകത്തെ നമ്മുടെ ബന്ധുക്കളോ മിത്രങ്ങളോ നമ്മെ അല്ലെങ്കിൽ നമുക്കെതിരെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വൈകാരികതയിലോ സാഹചര്യത്തിലോ ഉളവാകുന്നതൊന്നല്ല ശത്രുത്വം. ശരിക്കും ശത്രുത്വം പിശാചാണ് അല്ലെങ്കിൽ പിശാചിനോടാണ് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ വ്യക്തമായി പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ശത്രു ശരിക്കും പിശാചാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ആ പിശാചിനെ ജയിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ പിശാചിനെ ജയിച്ച് മുന്നേറുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ നൽകുന്ന, ദൈവം നൽകുന്ന കൃപ പ്രാപിച്ചേ മതിയാവും. അതിന് എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത് പോലെ സർവായുധ വർഗം നാം ധരിക്കേണ്ടതുണ്ട്. അവിടെ ഓരോ കാര്യങ്ങളും, കവചവും ശിരസ്ത്രവും മറ്റു പരിചയും എല്ലാം നമ്മുടെ സംരക്ഷണത്തിന്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശത്രുവിന്റെ ആയുധത്തെ തടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭംഗിയായി അപ്പോസ്തലൻ വിവരിക്കുന്നുണ്ട്. എന്നാൽ തിരിച്ചു പ്രതിരോധിക്കുവാൻ വേണ്ടി, തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മെ പരിചയപ്പെടുത്തുന്ന ഒരു ആയുധമുണ്ട്. ആ ആയുധത്തിന്റെ പേര് വിശുദ്ധ വചനമാണ്. വചനമാകുന്ന വാളാണ് പോരാടുന്നതിന് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിച്ച് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ശത്രുവിന്റെ തല തകർക്കുവാൻ, ശത്രു നമുക്കെതിരെ ഉണ്ടാക്കുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ തകർക്കുവാൻ നമുക്ക് കഴിയുന്ന, നമ്മെ സഹായിക്കുന്ന ബലമുള്ള ആയുധം അത് വചനമാണ്. വചനമാകുന്ന വാളെടുത്ത് പോരാടിയാൽ നമുക്ക് ശത്രുവാകുന്ന പിശാചിനെ ജയിക്കുവാൻ സാധിക്കും. ആരാണ് വചനം? എന്താണ് വചനം? പ്രിയമുള്ളവരെ, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 1-ാം അധ്യായം വാക്യങ്ങൾ ആരംഭം മുതലേ വ്യക്തമായി പഠിപ്പിക്കുന്നു. വചനം ആര്, എന്ത് എന്ന്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനം കാലസമ്പൂർണതയിൽ ജഡം ധരിച്ച് ഈ ഭൂമിയിലേക്ക് കടന്നു വരികയും കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുകയും ചെയ്തു. നിസ്സംശയം ഞാൻ പറയട്ടെ, വചനം ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന വചനത്തെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ക്രിസ്തു നമ്മിൽ വസിക്കുകയും ആ ക്രിസ്തുവാകുന്ന ആയുധത്തെ പിശാചിനെതിരെ നാം പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു ജയജീവിതം സാധ്യമാകും. അതിന് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കും. നമ്മെ സന്ദർശിക്കാതെ കടന്നു പോകുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ ഏതവസ്ഥയായിരുന്നാലും കർത്താവിന്റെ തക്ക സമയത്ത്, കർത്താവ് കുറിച്ചിരിക്കുന്ന സമയത്ത്
നമ്മെ സന്ദർശിക്കുകയും ഉദ്ധാരണം ചെയ്യുകയും ചെയ്യും. 2, ആരാണ് നമ്മുടെ ശത്രു? ഈ ലോകത്തിലെ യാതൊരു മനുഷ്യനോ യാതൊരു തരത്തിലുള്ള ബന്ധുക്കളോ ഒരിക്കലുമല്ല. നമ്മുടെ അയൽവക്കമോ അല്ലെങ്കിൽ മറ്റിതര തലങ്ങളിലോ ഉള്ള ശത്രുത്വമൊന്നുമല്ല ശരിക്കുള്ള വാസ്തവത്തിലുള്ള ശത്രുത്വം. ശരിക്കുള്ള ശത്രു പിശാചാണ്. ശത്രുത്വം ഉള്ളത് നമുക്ക് പിശാചിനോടാണ്. ആ പിശാചിനെ തകർക്കുവാൻ, പിശാചിനെ ജയിക്കുവാൻ വചനമാകുന്ന വാൾ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. അതിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് കർത്താവിൽ ശരണപ്പെടാം. കർത്താവ് ഈ ഒരു മാസക്കാലം വിടുതലിന്റെ, രക്ഷയുടെ, തമ്പുരാൻ സന്ദർശിച്ച് വിടുവിക്കുന്ന ദിവ്യമായ അനുഭവങ്ങളുടെ ദിവസങ്ങളായി, നിമിഷങ്ങളായി നമുക്ക് അനുഗ്രഹിച്ചു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ആശീർവദിക്കട്ടെ. ആമേൻ.